Welcome to the 14th lecture, Boolean Algebra, Semester 6, Paper 4, Digital Electronics and Computer Science, BSc Physics Main. Today's topic is Boolean Algebra, Carnot Map, simplification of Boolean expressions using Carnot Map. Carnot, K-A-R-N-A-U-G-H, Carnot Map. And before going into Carnot Map, let us see a short answer question. What is called duals in Boolean algebra? What are duals in Boolean algebra? A short answer question. Duals. The meaning is doubles. ഇരട്ടകളെന്ന് പറയും, ഇരട്ട ഇക്വേഷൻസ്. ഡുവൽസ് ഇൻ ബൂളിയൻ ആൾജിബ്ര. കൺസിഡർ ദി ഈ ഡുവൽസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ടേബിൾ അങ്ങോട്ട് നോക്കിയാൽ മതി. കൺസിഡർ ദി ഫോളോയിങ് ടേബിൾ. ദ റിലേഷൻ, ഡുവൽ റിലേഷൻ. These relations we have studied in the earlier class. Relation, dual relation. Relation, a into 0 is equal to 0. The dual relation is a plus 1 is equal to 1. The second, a into a is a. The dual relation is a plus a is equal to a. The third one, a into a bar is equal to 0. A plus a bar is equal to 1. Next relation, a into 1 is equal to a. A plus 0 is equal to a. Next one, a into a plus b is equal to a. A plus ab is equal to a. A into a bar plus b is equal to ab. A plus a bar b is equal to a plus b. These are the dual relation. അതായത് ഈ ഫസ്റ്റ് റിലേഷനിൽ നമ്മൾ ഇൻറ്റു കാണുന്ന സ്ഥലത്തെല്ലാം ഇപ്പുറത്ത് പ്ലസ് ഇട്ടാൽ മതി. 0 കാണുന്നിടത്തെല്ലാം 1 ഇട്ടാൽ മതി. അല്ലെങ്കിൽ 1 കാണുന്ന സ്ഥലത്തെല്ലാം 0 ഇട്ടാൽ മതി. അങ്ങനെ ഇടുമ്പോൾ രണ്ടും വാലിഡ് റിലേഷൻ ആയിരിക്കും. രണ്ടും ബൂളിയൻ ആൾജിബ്രയിൽ ഇക്വേഷനായിട്ട് മാറും. രണ്ടും ശരിയാണ്. അതായത് ഒരു റിലേഷൻ ശരിയായിട്ടുള്ള അതിൻ്റെ ഡുവൽ റിലേഷൻ കിട്ടാനായിട്ട് 0 നമ്മൾ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യണം, ഇൻറ്റു നമ്മൾ പ്ലസ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ പ്ലസ് ഇൻറ്റു ആക്കി മാറ്റണം. അങ്ങനെയാണ് ഡുവൽ റിലേഷൻ ഉണ്ടാക്കുന്നത്. ഇൻറ്റുവിനെ പ്ലസ് ആക്കണം, 0യെ 1 ആക്കണം, അല്ലെങ്കിൽ 1നെ 0 ആക്കണം. അങ്ങനെ എഴുതിയാൽ കിട്ടുന്ന ഇക്വേഷനും കറക്റ്റ് ആയിരിക്കും. അതാണ് ഡുവൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത് അത് പറയുന്നുണ്ട്. ഡുവൽസ്. It is clear from the above table that basic duality underlies Boolean algebra. Each expression has its dual relation, which is true as the original relation. അപ്പോൾ എല്ലാ റിലേഷനും ഡുവൽ റിലേഷനുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഇക്വേഷൻ പോലെ ശരിയായിരിക്കും. ഡുവലിറ്റി തിയറം. അപ്പോൾ അതിനൊരു തിയറം ഉണ്ട്, ഡുവലിറ്റി തിയറം എന്ന് പറയും. ഡുവലിറ്റി തിയറം. ഫോർ ഗെറ്റിംഗ് ദ ഡുവൽ റിലേഷൻ, ദ പ്രൊസീജിയർ ഈസ് 1. കൺവേർട്ട് ഓൾ വൺസ് ഇൻറ്റു സീറോസ് ആൻഡ് ഓൾ സീറോസ് ഇൻറ്റു വൺസ്. യു റീഡ് ആസ് കൺവേർട്ട് ഓൾ വൺസ്. ഒന്നെന്നാ ഉദ്ദേശിക്കാനല്ല, ഈസൊന്നല്ല. ഓൾ വൺസ് ഇൻറ്റു സീറോസ് and all zeros into ones. And number 2, convert all AND gate, that is into all AND expressions to the OR expressions plus expressions and OS to ANDs. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റിലേഷൻ കിട്ടിയാൽ ഈ 2 സ്റ്റെപ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ഡുവൽ റിലേഷൻ കിട്ടും. So here is the question. State a duality theorem in a Boolean algebra and write the dual relation for 1, a plus 1 is equal to 1, and 2, a plus a bar is equal to 1. Dual relation ആണ്. ആ ടേബിൾസ് അതുണ്ട്, അതുകൂടെ കാണിച്ചിട്ടുണ്ട്. ആൻസർ a into 0 is equal to 0 and a into a bar is equal to 0. Next is another important topic, which is called the map method of simplifying Boolean equations. The map method of simplifying Boolean expression, that's the topic. Now, the map is known as Carnot map. Carnot map. How will you simplify a Boolean equation by Carnot map?
That is a topic. What's a Karnaugh map? Karnaugh map provides a systematic method of simplifying Boolean expressions. There are 2 variable, 3 variable and 4 variable Karnaugh maps. അതായത് ഈ ബൂളിയൻ എക്സ്പ്രഷൻ നമ്മളത് പഠിച്ചതാണ്, സിംപ്ലിഫിക്കേഷൻ പഠിച്ചതാണ്. അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ കുറച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ കാർണോ മാപ്പ് എന്ന് പറയുന്നത്. എത്ര ലെങ്തി ആയിട്ടുള്ള ഒരു ബൂളിയൻ എക്സ്പ്രഷൻ തന്നാലും വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കെ മാപ്പ്, കാർണോ മാപ്പ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻസ്. ആ 3 തരം മാപ്പാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. ഒന്ന് 2 വേരിയബിൾ മാപ്പ്, പിന്നെ 3 വേരിയബിൾ കാർണോ മാപ്പ് ആൻഡ് 4 വേരിയബിൾ കാർണോ മാപ്പ്. ഫസ്റ്റ് വൺ 2 വേരിയബിൾ കാർണോ മാപ്പ്. അതിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കാണിക്കുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ y is equal a b bar plus a b. ഇത് നമുക്ക് സിംപ്ലിഫൈ നോക്കാം. y is equal a b bar plus a b. അത് സിംപ്ലിഫൈ ചെയ്യാൻ a പുറത്തേക്ക് എടുക്കണം. ടേക്ക് a outside. y is equal a into b bar plus b. b bar plus b is 1. That is y is a into 1. Y is equal to a. That is, all simplifying y is equal to a b bar plus a b, we get the answer a. ഇവിടെ തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ y is equal to a b bar plus a b എന്നാണ്. അത് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് അവിടെ എ എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ് അത് സിംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് ഇത്തരം പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് എങ്ങനെയാണ് കെ മാപ്പ് വെച്ച് കാണുന്ന നോക്കുക. ഇവിടെ 2 വേരിയബിളാണ് ഉള്ളത്, എയും ബിയും. അപ്പോൾ എയും ബിയും ഉള്ളപ്പോൾ 2 വേരിയബിൾ കെ മാപ്പാണ് ഉപയോഗിക്കേണ്ടത്. ആ കെ മാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുക അതാണ് പറയുന്നത്. അതായത് നമ്മൾ കെ മാപ്പ് വരക്കണം. ഈ കാണുന്നത് കെ മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 4 കോളം വരച്ചാൽ മതി. 2 വേരിയബിൾ ഉണ്ടെങ്കിൽ 4 കോളം, അതായത് 3 വെർട്ടിക്കൽ ലൈനും 3 ഹൊറിസോണ്ടൽ ലൈനും വരയ്ക്കുമ്പോൾ 4 കോളം നമുക്ക് കിട്ടും. ആ കാണുന്ന പോലെ. ഇത് ടോപ്പിൽ എഴുതേണ്ടത് ബി ബാർ ബി എന്ന് എഴുതണം. 2 വേരിയബിൾ ആണല്ലോ. ഇപ്പോൾ ടോപ്പിൽ ബി ബാർ ബി, പിന്നെ സൈഡിൽ എഴുതേണ്ടത് എ ബാർ എ. അതാണ് അതിൻ്റെ ഓർഡർ. ബി ബാർ ബി എന്ന് എഴുതണം, എ ബാർ എ എന്ന് എഴുതണം. ഇത് നമ്മൾ എക്സ്പ്രഷൻ നോക്കണം. സിംപ്ലിഫിക്കേഷൻ ക്യാൻ ബി ഡൺ യൂസിങ് ദി 2 വേരിയബിൾ കെ മാപ്പ്, കാർണോ മാപ്പ് ആസ് ഫോളോസ്. ലുക്കിംഗ് അറ്റ് ദി എക്സ്പ്രഷൻ y is equal to a b bar plus a b corresponding to each min term. ഓരോ ടേമിനെയും വിളിക്കുന്ന പോലെ മിൻ ടേം എന്ന് പറയും. കറസ്പോണ്ടിങ് ഈച്ച് മിൻ ടേം one is put in the appropriate cell. All the cells are kept blank. Adjacent cells with the 1 encircled and it is called a subcube. The terms in the subcube is, അപ്പോൾ നോക്കിയാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ y is equal to a b bar plus a b എന്നുള്ള ഇക്വേഷൻ ആണല്ലോ. നമ്മുടെ പടത്തിൽ നിങ്ങൾ ഓരോ കോളം വായിക്കുന്ന നോക്കുക. നമ്മൾ സൈഡിൽ എ ബാർ എ എന്ന് കാണിച്ചിട്ടുണ്ട്, മുകളിൽ ബി ബാർ ബി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കോളവും വായിക്കുന്നത് എങ്ങനെ നോക്കുക. ഫസ്റ്റ് കോളം നമ്മൾ എ ബാർ ബി ബാർ എന്ന് വായിക്കണം. സെക്കൻഡ് കോളം നമ്മൾ എ ബാർ ബി എന്ന് വായിക്കണം. തേർഡ് കോളം എ ബി ബാർ എന്ന് വായിക്കണം. ലാസ്റ്റ് കോളം എ ബി എന്ന് വായിക്കണം. ഓരോ കോളത്തിനെ തൊട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലുള്ള ആ വേരിയബിൾ ഗുണിച്ച് വായിച്ചാൽ മതി. ഫസ്റ്റ് കോളം എ ബാർ ബി ബാർ, സെക്കൻഡ് കോളം എ ബാർ ബി, തേർഡ് കോളം എ ബി ബാർ, ഫോർത്ത് കോളം എ ബി. ഇനി നമ്മൾ ഇക്വേഷൻ നോക്കുക. ഇക്വേഷനകത്ത് എ ബി ബാർ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ തേർഡ് കോളത്തിൽ വടന്ന് മാർക്ക് ചെയ്യണം. അതായത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം അവിടെ വടന്ന് മാർക്ക് ചെയ്യണം. പിന്നെ എ ബി ഉണ്ട്. അപ്പോൾ സെക്കൻഡ് റോയിൽ ലാസ്റ്റ് കോളം ലാസ്റ്റ് ആ കളത്തിൽ നമ്മൾ എ ബി എന്ന് കൊടുക്കണം. അപ്പോൾ 2 1 ഒരുമിച്ച് കിട്ടും. ഈ 2 1 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് 2 കൂടി എൻസർക്കിൾ ചെയ്യാം. ഒരു സർക്കിളിനകത്തേക്ക് മാറ്റാം, ആ കാണുന്ന പോലെ. അപ്പോൾ സർക്കിളിനകത്താക്കി കഴിഞ്ഞാൽ ഈ 2 അഡ്ജസൻ്റ് ഒന്ന് ഒരു സർക്കിളിനകത്തേക്ക് ആക്കിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് സബ് ക്യൂബ് എന്ന് പറയും. സബ് ക്യൂബ്, ആ വാക്ക് മനസ്സിലാക്കി. ഇവിടെ എഴുതിയിട്ടുണ്ട്, പച്ച മനുഷ്യരുടെ മൊഴി എഴുതിയിരിക്കുന്നത് സബ് ക്യൂബ് എന്ന് പറയും. ഈ സബ് ക്യൂബ് ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യും. ഏത് വേരിയബിൾ? സൈൻ മാറുന്ന, ആ ബാറ് മാറുന്ന വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സബ് ക്യൂബ് നോക്കുമ്പോൾ നമ്മൾ വലത്തൊടുങ്ങി നോക്കുമ്പോൾ ബി ബാറും ബിയും ഇങ്ങനെ ബി ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എ സെയിമായിട്ടാണ് നിൽക്കുന്നത്. എ സെയിമായിട്ട് നിൽക്കുന്നു, ബി മാറുന്നു. അപ്പോൾ മാറുന്നത് കളയണം, എ മാത്രം എടുക്കണം. എ മാത്രം എടുക്കുമ്പോൾ നമുക്ക് എ എന്ന് കിട്ടും. വൈസുകളുടെ ദാറ്റ് ഇസ് ആൻസർ. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൈസുകൾ എ എന്ന് കിട്ടേണ്ടത്. എങ്ങനെ വൈസ് എന്ന് കിട്ടും?
ആ സബ് ഫോം ചേഞ്ച് ചെയ്യുന്ന ഈ ബിയും ബി ബാറും അതാണ് ഫോം ചേഞ്ച് ചെയ്യുന്നത്. അത് എലിമിനേറ്റ് ചെയ്യണം. ഇതിൽ ബാക്കിയുള്ളത് അതിന് ഫോം അതിന് ബാർ ചേഞ്ച് ചെയ്യാത്ത വേരിയബിൾ എ ആണുള്ളത്, അത് എടുത്താൽ മതി. ഇപ്പോൾ y is equal to a, that's the result. ഇപ്പോൾ സബ് ക്യൂബ്, ദ ടു ടേംസ് ഇൻ ദ സബ് ക്യൂബ് ഈ സെൻസർക്കിൾഡ്. അപ്പോൾ ആ 2 വൺസ് സബ് ക്യൂബിലുള്ള 2 വൺസ് എൻസർക്കിൾ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ ടേം ബൈ എലിമിനേറ്റിംഗ് ദി വേരിയബിൾ ദാറ്റ് ചേഞ്ചസ് ഫോം. ആ ബാർ ചേഞ്ച് ചെയ്യുന്ന വേരിയബിളാണ് മാറ്റേണ്ടത്. ബി ആണ് ഇവിടെ ആ ബാർ മാറുന്നത്, അതിൻ്റെ ഫോം മാറുന്നത്. വി റിട്ടൈൻ ദ ടേം വിച്ച് റിമൈൻസ് അൺചേഞ്ച്ഡ്. മാറ്റമില്ലാത്ത വേരിയബിൾ കീപ്പ് ചെയ്യണം. സോ ഇൻ ദി എബവ് സബ് ക്യൂബ് ദ ടേം അൺചേഞ്ച്ഡ് ഈസ് എ. സോ ദി സിംപ്ലിഫൈഡ് ബൂളിയൻ എക്സ്പ്രഷൻ ഈസ് y is equal to a. അപ്പം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും. സിംപ്ലിഫൈ യൂസിങ് കെ മാപ്പ് ദി എക്സ്പ്രഷൻ y is equal to ab bar plus ab plus a bar b. ഇവിടെ 3 ടേമുണ്ട്, 2 വേരിയബിളേ ഉള്ളൂ. അപ്പോൾ 2 വേരിയബിൾ കെ മാപ്പ് മതി. അപ്പോൾ ഇത് നമ്മൾ കെ മാപ്പ് അല്ലാതെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? യു സി ഹൗ വിൽ യു സിംപ്ലിഫൈ വിത്തൗട്ട് യൂസിങ് കെ മാപ്പ്? ദാറ്റ് ഈസ് ഷോൺ ഹിയർ. y is equal to ab bar plus ab plus a bar b. ആദ്യ 2 ടേമിൽ നിന്ന് നമുക്ക് എ പുറത്തേക്ക് എടുക്കാം. എ ഇൻറ്റു ബി ബാർ പ്ലസ് ബി പ്ലസ് എ ബാർ ബി. ബി ബാർ പ്ലസ് ബി 1 ആണ്. സോ എ ഇൻറ്റു 1 പ്ലസ് എ ബാർ ബി, ദാറ്റ് ഈസ് എ പ്ലസ് എ ബാർ ബി. എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് law 21. We studied an important law 21. A plus a bar b is a plus b. So the result is a plus b. So if we simplify the given expression y is equal to ab bar plus ab plus a bar b, we get the simplified expression as y is a plus b. And you look, how will you simplify it using K map? This is the K map here. This is the K map. And in the expression there are a bar, ab bar, ab, a bar b. So put 1 corresponding to each min term. Min term, min term. Each term is called a min term. അപ്പോൾ ആ ടേമിന് കറസ്പോണ്ടായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ എ ബാർ ബി ഉണ്ട്, എ ബി ബാർ ഉണ്ട്, എ ബി ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ 1 ഇട്ടു. ഫസ്റ്റ് കോളം മാത്രം ബാക്കി നിൽക്കും, അവിടെ 1 വരത്തില്ല. അപ്പോൾ താഴെ കാണുന്ന 2 ഒന്ന് ചേർന്ന് ഒരു സബ് ക്യൂബ് ഉണ്ടാക്കും. ഈ റൈറ്റ് സൈഡ് മേപ്പോട്ടുള്ള ആ കോളത്തിൽ 2 ഒന്ന് ചേർന്ന് മറ്റൊരു സബ് ക്യൂബ് ഉണ്ടാക്കും. അപ്പോൾ ഓരോന്ന് 2 സബ് ക്യൂബിനും കോമൺ ആയിട്ട് വരും. അപ്പോൾ ഈ താഴത്തെ സബ് ക്യൂബ് നമുക്ക് ഒരു വേരിയബിൾ മാറ്റും. ഏതാണ് മാറ്റുന്നത്? ബി ആണ് മാറ്റുന്നത്. കാരണം ബി ആണ് ഫോം ചേഞ്ച് ചെയ്യുന്നത്, എ റിട്ടേൺ ചെയ്യും. അതുപോലെ ആ കോളം സബ് ക്യൂബ് അവിടെ ചേഞ്ച് ചെയ്ത് എ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എ കളയണം, ബി എടുക്കണം. ബിക്ക് മാറ്റമില്ല. അപ്പോൾ എ പ്ലസ് ബി, ദാറ്റ് ഇസ് ദി ആൻസർ. So that is written here. The result is therefore y is a plus b. Here there are 2 subcubes. The first subcube gives the result a, and the second subcube gives result b. Therefore simplified expression is y is a plus b. അപ്പോൾ ഓരോ സബ് ക്യൂബിലും ആ ഫോം ചേഞ്ച് ചെയ്യുന്നതാണ് കളയേണ്ടത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. അടുത്തത് സിംപ്ലിഫൈ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 2, സിംപ്ലിഫൈ the expression y is equal to a bar b bar plus a bar b plus a b bar plus a b. അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 1 എന്ന് കിട്ടും. അവസാനം a bar plus a 1 എന്ന് കിട്ടും. അതിവിടെ കാണിച്ചിട്ടുണ്ട് സൈഡിൽ ചെറുതായിട്ട്, നോക്കിയാൽ മതി. ഇനി കെ മാപ്പ് വെച്ച് ചെയ്യുന്നത് നോക്കിയേ. ഇവിടെ 4 ടേമുണ്ട്, 2 വേരിയബിളാണ് ഉള്ളത്, എയും ബിയും. അപ്പോൾ നമുക്കിവിടെ 2 വേരിയബിൾ കെ മാപ്പ് മതി. അതാണ് വരച്ചിരിക്കുന്നത് 4 കോളം. 4 കോളത്തിൽ എഴുതാൻ മിൻ ടേം ഉണ്ട്. കാരണം എ ബാർ ബി ബാർ ഉണ്ട്, എ ബാർ ബി ഉണ്ട്, എ ബി ബാർ ഉണ്ട്, എ ബി ഉണ്ട്. അപ്പോൾ 4 കോളത്തിൽ 1 വരും. 4 കോളത്തിൽ 1 വന്നാൽ നമ്മൾ സബ് ക്യൂ വരക്കേണ്ട കാര്യമില്ല. 4 ഒന്നും കൂടി ചേർത്ത് ഒറ്റ സർക്കിളിനകത്ത് വരക്കാം. There are 4 ones. If you put 1 for each min term, there are 4 ones. 4 ones together are coming. Then we can encircle them together. And that is called a code. ഇവിടെ സബ് ക്യൂബിൻ്റെ ആവശ്യമില്ല, 4 ഒന്നും ഒരുമിച്ച് വരികയാണ്. അപ്പോൾ കുറേകൂടി എളുപ്പമാണ് കാര്യങ്ങൾ. 4 ഒന്നും കൂടി ഒറ്റ സർക്കിളായിട്ട് വരക്കണം. 4 ഒന്ന് അടുത്തടുത്ത് വരണം കേട്ടോ. 4 ഒന്ന് ഒറ്റ സർക്കിളായിട്ട് വരക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് കോഡ്.
കോഡ് 2 വേരിയബിൾ എലിമിനേറ്റ് ചെയ്യും. കോഡ് 2 വേരിയബിൾ എലിമിനേറ്റ് ചെയ്യും. എ എലിമിനേറ്റ് ചെയ്യും, ബി എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ബാക്കി എന്ത് വരും? 1 വരുള്ളൂ. അതാണ് ഉത്തരം. 0 എന്നല്ല, 1 എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഹിയർ ദെയർ ആർ 4 adjacent ones. These 4 ones can be encircled together, which is called a chord. 4 ഒരുമിച്ച് എൻസർക്കിൾ ചെയ്യണം, അതിനെ വിളിക്കുന്ന പേര് കോഡ്. When a chord is formed, all the 2 variables can be eliminated. The result is y is equal to 1. 4 പോയി കഴിഞ്ഞാൽ 1 എടുക്കണം കേട്ടോ, 0 ഒന്നും എടുക്കേണ്ട, 1 എന്നാണ് എടുക്കേണ്ടത്. 1 ആണല്ലോ നമ്മൾ മറ്റേ രീതിയിൽ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്, അങ്ങനെ എടുക്കണം. ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ 2 വേരിയബിൾ കാർ മാപ്പ് മാറി, ഇനി നമുക്ക് 3 വേരിയബിൾ കെ മാപ്പാണ്. സിംപ്ലിഫൈ യൂസിങ് കെ മാപ്പ് ഇത് എക്സ്പ്രഷൻ എ ബാർ ബി സി ബാർ പ്ലസ് എ ബി സി ബാർ പ്ലസ് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതേതാണ്, അത് മാഞ്ഞിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് എ ബി സി ബാറാണ് കേട്ടോ, എ ബി സി ബാർ. എ ബി സി ബാർ എന്ന് ചേർക്കണം കേട്ടോ. അപ്പോൾ സി ബാർ എന്ന് ചേർക്കുക. എ ബാർ ബി സി ബാർ പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി ബാർ. ഈ കോളം നോക്കിയാൽ മനസ്സിലാകും. എ ബി സി ബാർ ആണ് ലാസ്റ്റ് ടൈം, അത് കട്ടിങ്ങിൽ പോയതാണ് എ ബി സി ബാർ. അപ്പം ഇത് എ ബി സി എന്നുള്ള 3 വേരിയബിൾ ഉണ്ട്. 3 വേരിയബിളുള്ളപ്പോൾ നമുക്ക് 8 കോളം വേണ്ടി വരും. 8 കോളം വേണം. അപ്പോൾ 8 കോളം എങ്ങനെ വരയ്ക്കുന്നത്? നമ്മൾ 4 കോളം കീഴ്പോട്ടും 2 കോളം 2 റോ ഹൊറിസോണ്ടലും വരച്ചാൽ മതി. ഈ കാണുന്ന പോലെ വരച്ചാൽ മതി, 8 എണ്ണം കിട്ടും. ഇപ്പോൾ 3 വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് 8 കളമാണ് വരയ്ക്കേണ്ടത്. അതിന് 4 കോളം കീഴ്പോട്ടും 2 റോ ഹൊറിസോണ്ടലും വരച്ചാൽ മതി. എന്നിട്ട് എഴുതി നോക്കിയേ, മുകളിൽ അതിൻ്റെ ഓർഡർ നോക്കിക്കോളൂ. ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ, അങ്ങനെ വേണം എഴുതാനായിട്ട്. എന്നിട്ട് നോക്കൂ, ബി ബാർ സി ബാർ, ബി ബാർ സി, ബി സി, ബി സി ബാർ. താഴോട്ട് എ ബാർ എന്ന് മുമ്പത്തെ പോലെ തന്നെ എഴുതിയാണ്. ഇത് നോക്കി, നമുക്ക് ആദ്യത്തെ ടൈമിൽ എ ബാർ ബി സി ബാറാണ്. അത് ലാസ്റ്റ് ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് കളമാണ്, ലാസ്റ്റ് സെല്ലാണ്, അവിടെ വളർന്നിട്ട്. പിന്നെ എ ബി സി ബാർ, എ ബി സി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈ മാപ്പിൻ്റെ അവസാനത്തെ സെല്ലാണ്, അവിടെ വളർന്നിട്ട്. പിന്നെ എ ബി സി ബാർ എന്ന് പറഞ്ഞ ഏതാണ്? അല്ല, എ ബി സി ലാസ്റ്റ് വൺ എ ബി സി ആട്ടോ, എ ബി സി ആണ് ലാസ്റ്റ് വൺ. ആ ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് വൺ എ ബി സി ആണ്, ലാസ്റ്റ് ടൈം ഈസ് എ ബി സി. അപ്പോൾ എ ബി സി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എ ബി സി കുളത്തിൽ വളർന്നു കിട്ടും. അപ്പം 3 ഈ കാണുന്ന പോലെ അടുത്തടുത്ത് വരുന്നുണ്ട്. 2 കൂടി നമുക്ക് എൻസർക്കിൾ ചെയ്യാം, താഴത്തിൽ 2 എൻസർക്കിൾ ചെയ്യാം. അപ്പോൾ 2 സബ് ക്യൂബ് കിട്ടും. ഒരു സബ് ക്യൂബ് ഫോം മാറ്റുന്നതിനെ ഒഴിവാക്കും. ഫോം മാറുന്ന എ ആണ്, എ ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് ബി സി ബാർന്ന് കിട്ടും. മറ്റേ സബ് ക്യൂബ്, താഴത്തെ സബ് ക്യൂബ് ഫോം മാറുന്ന ഏതാണ്? ഫോം മാറുന്ന സി ആണ്, എ ബി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എ ബി പ്ലസ് ബി സി ബാറാണ്. നിങ്ങൾ നോക്കണം, നമ്മൾ ഓരോ മിനിറ്റ് ടൈമും ഇതിനകത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് എ ബി സി ആയിട്ട് എ ബി സി, എ ബാർ ബി സി ബാർ പ്ലസ് എ ബി സി ബാർ പ്ലസ് എ ബി സി ആണ്. അപ്പോൾ ഈ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ 1 കൊടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ആ വെർട്ടിക്കൽ സബ് ക്യൂബ് എലിമിനേറ്റ് ചെയ്യുന്ന എ, താഴത്തെ സബ് ക്യൂബ് എലിമിനേറ്റ് ചെയ്യുന്നത് നോക്കിയോ, മുകളിലുള്ള ചിഹ്നം മാറുന്നത് സി ആണ്. അപ്പോൾ സി മാറും, അത് എ ബി എന്ന് കിട്ടും. അപ്പോൾ എ ബി പ്ലസ് ബി സി ബാർ, അതാണ് ഉത്തരം, അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് നോക്കാം. ഇതൊരു കുറച്ചുകൂടി വലിയൊരു പിന്നെ പടമാണ് വരച്ചിരിക്കുന്നത്. y is equal to simplify, y is equal a bar b c bar plus a bar b c plus a b c bar plus a b c. 4 ടേം ഉണ്ട്, 4 ടേം. അപ്പോൾ നമ്മളിവിടെ 3 വേരിയബിൾ എ ബി സി ഉള്ളതുകൊണ്ട് നമ്മൾ 8 സെല്ലുള്ള ഒരു കെ മാപ്പാണ് വരയ്ക്കേണ്ടത്. വരച്ചിട്ട് ആ വാല്യൂക്ക് പിന്നെ നമ്മുടെ മിൻ ടൈമിന് പകരം വളർന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന പോലെ കിട്ടും, 4 കിട്ടും. അപ്പോൾ 4 ഒരുമിച്ച് വന്നാൽ നമുക്കറിയാം വി ക്യാൻ എൻസർക്കിൾ ആൻഡ് ആറ്റ് ഈസ് കോൾഡ് കോഡ്. കോഡ് 2 വേരിയബിളാണ് മാറ്റുന്നത്, 2 എണ്ണം മാറ്റും. 2 എണ്ണം മാറ്റുന്നത് ഏതൊക്കെയായിരിക്കും? ഇവിടെ സൈൻ മാറുന്നത് സി മാറുന്നുണ്ട്, അതുപോലെ സൈൻ മാറുന്ന എ മാറുന്നുണ്ട്. അപ്പോൾ മാറാൻ നിൽക്കുന്നത് ബി മാത്രം. അപ്പോൾ ആൻസർ y is equal to ബി. സൈൻ മാറുന്നത് നമ്മൾ ഈ കോഡ് നോക്കുമ്പോഴേ
ഒരു സ്ഥലത്ത് നിന്ന് അടുത്തിലേക്ക് പോകുമ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ കളയണം. സി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സി ബാർ ആവും, അത് കളയണം. ഇരിപ്പോട്ട് നോക്കിയാൽ എ ബാർ എ ആയിട്ട് മാറുന്നുണ്ട്, അതും കളയണം. ബാക്കി ഫോം മാറാത്തത് ബാർ അല്ലെങ്കിൽ സൈൻ മാറാത്തത് ബി ആണ്. ഇപ്പോൾ വൈ ഈക്വൽ ബി, അതാണ് ഉത്തരം. നിങ്ങൾ മറ്റേ രീതി ചെയ്ത് നോക്കിക്കോളൂ. ഈ വൈസ് ബി എന്ന് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ ചെയ്താൽ വൈസ് ബി എന്ന് കിട്ടുള്ളൂ. So when we simplify this expression, there are 4 ones in 4 columns, and that is a code. Code eliminates 2 variables, and we get y is equal to be a result. This is another problem of 3 variable K-map. The expression is y is equal to a bar b c bar plus ab c bar plus y is equal to a bar b bar c bar plus a b bar c bar plus abc plus a bar b c bar plus abc bar. എത്ര ടൈം ഉണ്ട് ഇവിടെ? 5 ടൈം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 3 വേരിയബിൾ ആണ്. അപ്പോൾ 3 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കണം. 8 കോളം വരച്ചിരിക്കുകയാണ്. നമ്മൾ ഈ വാല്യൂ ലൈൻ ഇടണം. വാല്യൂ ഇടുമ്പോൾ ആദ്യം 2 1 അടുപ്പിച്ച് വരും, അവസാനം 2 1 അടുപ്പിച്ച് വരും. പിന്നെ എ ബി സിയിലെ 1 ഈ താഴെ വരും. ഇവിടെ നമുക്ക് പിന്നെ ഈ 4 1 വന്നിട്ടുണ്ട്. പക്ഷെ 4 1 ഇങ്ങനെ അകന്ന് കിടക്കുകയാണ്. അതിനെ അടുപ്പിച്ചുകൊണ്ട് വരണം. അതിനെ ആ വരച്ചിരിക്കുന്ന നോക്കിയേ, വരച്ചിട്ട് നമ്മൾ ചേർക്കണം. ഈ മാപ്പ് റോൾ ചെയ്യണം. ഇതിങ്ങനെ ഈ ഒരു പുറകോട്ട് മടക്കി മുട്ടിക്കുന്ന വിചാരിക്കണം. റോളിങ് മാപ്പ് എന്ന് പറയും. അതായത് ഇത് ചുരുട്ടി 2 അറ്റവും കൂട്ടിമുട്ടിക്കണം. 2 അറ്റവും കൂട്ടിമുട്ടിക്കുമ്പോൾ 4 തിരിപ്പിച്ച് വരും. ആ ആർക്ക് പോലെ വരച്ചിരിക്കുന്ന 2 അറ്റത്തും അത് റോൾ ചെയ്യാനാണ്. ഈ മാപ്പിനെ നമ്മൾ ചുരുട്ടാനാണ്. ഈ പാ ചുരുട്ടുற പോലെ ചുരുട്ടുമ്പോൾ ആ 4 1 ഒരുമിച്ച് വരും. ഒരുമിച്ച് വന്നാൽ അതൊരു പിന്നെ കോഡാണ്. 2 വേരിയബിൾ മാറ്റും. ഏതൊക്കെ വേരിയബിളാണ് മാറുന്നത്? എ മാറും, അതുപോലെ മാറുന്ന ഏതാണ്? ബി മാറും. സി ബാർ മാത്രം അവശേഷിക്കും. അപ്പോൾ ഉത്തരം സി ബാർ തരും. പിന്നെ താഴെ ഒരു സബ് ക്യൂബ് അടുത്ത് വരുന്നുണ്ട്. ഒരു കോമൺ ഒന്നുമായിട്ട് സബ് ക്യൂബ്. അത് എലിമിനേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? സി ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ബി തരും. ഉത്തരം എ ബി പ്ലസ് സി ബാർ ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ റോളിംഗ് ഓഫ് മാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഹിയർ എ കോഡ് ക്യാൻ ബി ഫോംഡ് ബൈ റോളിംഗ് ദ മാപ്പ്. So it will give C bar. The subcube gives AB. The result is y is AB plus C bar. This problem this is a 4 variable K-map. 4 variable. Question you read. Simplify the Boolean expression y is equal to ABCD plus ABCD bar plus ABC bar D bar plus A B bar C D. അങ്ങനെ അവിടെ പിന്നെ 4 എ ബി സി ബാർ ഡി ഉണ്ട് പ്ലസ് എ ബി ബാർ സി ഡി. 5 ടേം ഉണ്ട്. ആ 5 ടേം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ച് നോക്കിയേ. വൈസ് എ ബി സി ഡി പ്ലസ് എ ബി സി ഡി ബാർ പ്ലസ് എ ബി സി ബാർ ഡി ബാർ പ്ലസ് എ ബി സി ബാർ ഡി പ്ലസ് എ ബി സി ഡി. അപ്പോൾ ഇത് 4 വേരിയബിൾ കെ മാപ്പാണ്. 4 വേരിയബിൾ. നമ്മൾ 3 വേരിയബിളാണ് കണ്ടത്. ഇത് 4 വേരിയബിളാണ്. അപ്പോൾ നമുക്ക് 16 കോളമുള്ള കെ മാപ്പ് വരക്കണം. 16 കോളം. അതായത് 2 വേരിയബിൾ ആണെങ്കിൽ 4 കോളം, 3 വേരിയബിൾ ആണെങ്കിൽ 8 കോളം നമ്മൾ വരച്ചതുപോലെ. പിന്നെ 4 വേരിയബിൾ ആണെങ്കിൽ 16 കോളം. അപ്പോൾ ഈ കാണുന്നത് 16 കോളം. 16 സെൽസ് ഉണ്ട്. 16 സെൽസ്. അപ്പോൾ 4 കോളം കഴിയുമ്പോൾ 4 റോ ഹൊറിസോണ്ടൽ വരച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ. എഴുതി നോക്കിയേ. സൈഡിൽ എ ബാർ ബി ബാർ, എ ബാർ ബി, എ ബി, എ ബി ബാർ. മുകളിൽ സി ബാർ ഡി ബാർ, സി ബാർ ഡി, സി ഡി, സി ഡി ബാർ. അങ്ങനെ എഴുതും.
എന്നിട്ട് ആ ഓരോ മിനിറ്റേയും ഇതിനകത്ത് കൊടുക്കുമ്പോൾ 4 നേരെ വരും, ഓരോന്ന് കീഴേ വരും, ഓരോന്ന് കീഴേ. ആ 4 കൂടി നമ്മൾ പിന്നെ നാലൊന്നും കൂടി നമ്മൾ പിന്നെ കോഡ് ആയിട്ട് വിചാരിക്കാം. ഈ ഒരു ചതുരം പോലെ വരണമെന്നില്ല, നീളത്തിൽ വന്നാലും കോഡ് തന്നെയാണ്. ഇഫ് 4 ones ആർ കമ്മിങ് ഇൻ എ ലൈൻ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ കോഡ്. കോഡ് എലിമിനേറ്റ്സ് 2 വേരിയബിൾസ്. അപ്പോൾ 2 വേരിയബിൾസ് ഇവിടെ പോകുന്നത് സിയും ഡിയും ആണ് പോകുന്നത്. ബാക്കി നമുക്ക് എ ബി ഉണ്ട്, എ ബി. പിന്നെ ഒരു സബ് ക്യൂബ് ഉണ്ട്. സബ് ക്യൂബ് 1 വേരിയബിൾ മാറ്റും. അതേതാണ് മാറ്റുന്നത്? ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് ബി ആണ്. അപ്പോൾ എ സി ഡി എന്ന് കിട്ടും, എ സി ഡി എന്ന് വരും ഉത്തരം. അപ്പോൾ റിസൾട്ട് y = എ ബി പ്ലസ് എ സി ഡി. നിങ്ങൾ നോക്കണം കേട്ടോ. ആ 4 നേരെ വന്നാൽ അതൊരു പിന്നെ കോഡാണ്. കോഡ് 2 വേരിയബിളാണ് മാറ്റുന്നത്. അത് സൈൻ ചേഞ്ച് ചെയ്യുന്ന വേരിയബിളാണ് പോകുന്നത്. സൈൻ മാറാത്ത എ ബി നമുക്ക് കിട്ടും. സബ് ക്യൂബ് ഒരെണ്ണം മാറ്റും, അത് സൈൻ ചെയ്യുന്നത് ബി ആണ്. ബാക്കി എ സി ഡി കിട്ടും. അപ്പോൾ റിസൾട്ട് y = എ ബി പ്ലസ് എ സി ഡി ആണ്. അടുത്തത് സിംപ്ലിഫൈ യൂസിങ് കെ മാപ്പ്. Simplify using K map, the expression y = a b c bar d bar plus a b bar c bar d bar plus a bar b c bar d plus a b c bar d plus a b bar c bar d plus a b c d plus a b bar c d plus a b c d bar plus a b bar c d bar. ഇങ്ങനെ വരച്ച് നോക്കുക. ഒന്നെല്ലാം കൊടുത്തിട്ട് സബ് ക്യൂബോ അല്ലെങ്കിൽ കോഡോ മാർക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം y = a b c bar d എന്ന് കിട്ടും. അത് താഴെ ചെയ്തോണ്ട് നോക്കി, താഴെ ചെയ്തിരിക്കുകയാണ്. 16 കോളം, നമ്മൾ 16 കോളം മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ സി ബാർ ഡി ബാർ, സി ബാർ ഡി, സി ഡി, സി ഡി ബാർ. ഇവിടെ എ ബാർ ബി ബാർ, എ ബാർ ബി, എ ബി, എ ബി ബാർ. നമുക്ക് 9 ടേം ഉണ്ട്. 9 ടേം എഴുതുമ്പോൾ 8 ഒരു ഈ ഫോമിൽ വരും, പിന്നെ ഒരു 1 മുകളിലും വരും. ആ 8 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ 8 1 ഒരുമിച്ച് വന്നാൽ അപ്പോൾ എല്ലാം കൂടി നമുക്ക് റൗണ്ട് ചെയ്യാം. അതിന് ഒക്ടറ്റ് എന്ന് പറയാം. ഒക്ടറ്റ് 3 വേരിയബിളിൽ മാറ്റും, ഫോം മാറുന്നത്. ഇവിടെ ബിയുടെ ഫോം മാറുന്നുണ്ട്, പിന്നെ സിയുടെ ഡിയുടെ ഫോം മാറുന്നുണ്ട്, ബാക്കി പോയിട്ട് എ മാത്രം കിട്ടും. അപ്പോൾ ഒക്ടറ്റ് നമുക്ക് എ കിട്ടും. ഒരു ഒക്ടറ്റ് ഫോം ചെയ്താൽ 3 ടേംസ് വി ക്യാൻ എലിമിനേറ്റ് ദ ടേംസ് വിച്ച് ആർ ചേഞ്ചിങ് ഫോം. ബാർ ഒക്കെ മാറ്റുന്ന ആ 3 ടേമിനെ മാറ്റാം ഒക്ടറ്റിൽ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നേരത്തെ സബ് ക്യൂബ്, പിന്നെ കോഡ്, ഇപ്പോൾ ഒക്ടറ്റ്. ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 8 ഒരുമിച്ച് വരുന്നതാണ്. അത് 3 വേരിയബിളാണ് മാറ്റുന്നത്. ബാക്കി പോയിട്ട് നമുക്ക് എ എന്ന് മാത്രം കിട്ടും. അപ്പോൾ വൈസ് എ എന്നല്ല, പിന്നെ ഒരു സബ് ക്യൂബ് ഉണ്ടല്ലോ, ഒരൊന്നും മുകളിലൊന്നും കൂടി ഒരു സബ് ക്യൂബ് ഉണ്ടാകും. അതിൽ ഒരു വേരിയബിൾ മാറ്റുമല്ലോ. മാറ്റുന്ന ഏതാണ്? അവിടെ എ പോവും. പോയിട്ട് നമുക്ക് ബി സി ബാർ ഡി എന്ന് കിട്ടും. ബി സി ബാർ ഡി എന്ന് കിട്ടും. ബി സി ബാർ ഡി. അപ്പോൾ ആൻസർ എവിഡൻ്റ് ആണല്ലോ. ആൻസർ ഈസ് എ പ്ലസ് ബി സി ബാർ ഡി എന്ന് വരും. എ പ്ലസ് ബി സി ബാർ ഡി. അത് മോളിൽ ഉത്തരം എഴുതിയിട്ടുണ്ട് കേട്ടോ. മോളിൽ ഉത്തരം എഴുതിയിട്ടുണ്ട്. y = a പ്ലസ് ബി സി ബാർ ഡി എന്നാ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇനി നമുക്ക് ചിലപ്പോൾ ഇടയ്ക്ക് ഈ ടേമിൽ നിന്ന് വലുതാക്കാൻ പറയും. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ വലുതാക്കി എഴുതാനായിട്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ കുറവാണ്, ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിൽ ഒന്ന് പറയുകയാണ് ഞാൻ. 1-2 മിൻ ടേം ചേർക്കാൻ പറയും. ഇതിലൂടെ മിൻ ടേം നമുക്കൊരു എക്സ്പ്രഷൻ കേട്ടോ, ഒരു മിൻ ടേം, അതൊക്കെ 2 മിൻ ടേം ചേർക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചേർക്കാൻ നോക്കുക. കൂടുതൽ ടൈം ചേർക്കാൻ എങ്ങനെ നോക്കുക. ആഡ് എ ഫ്യൂ മിൻ ടേംസ് ടു ദി എക്സ്പ്രഷൻ y = a b bar plus a b. a b bar plus a bയിൽ മിൻ ടേംസ് ചേർക്കാൻ കാര്യമെന്ന് പറയാമോ?
1 കൊണ്ട് വിളിച്ചാൽ മതി. അപ്പോൾ y is AB bar plus AB. 1 കൊണ്ട് വിളിക്കുമ്പോൾ AB bar into 1 plus AB into 1. That is y is equal to ആ 1 എന്നുള്ളത് C plus C bar എന്ന് എഴുതാം. AB bar into C plus C bar plus AB into C plus C bar. ഈ 1 ആണ് C plus C bar എന്ന് കൊടുത്തത്. ഈ ടേം ചേർക്കാൻ വേണ്ടിയാണ്. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ y is equal to AB bar C plus AB bar C bar plus ABC plus ABC bar. ഇനി വേണമെങ്കിൽ D വേണം ചേർക്കാം. ഒരു 1 കൊണ്ട് വിളിച്ചിട്ട് D plus D bar എഴുതിയാൽ പിന്നെ ടേം ചേർക്കാം. എത്ര വേണമെങ്കിലും ടേം ഇങ്ങനെ ചേർത്ത് പോകാം. And that is solved with your 14th lecture on digital electronics and computer science. Thank you very much.